എൻ്റെ സുഹൃത്ത് ഈ ചർച്ചയ്ക്കിടയിൽ രാഷ്ട്രീയം കൊണ്ടാവാം ഗോവൻ ചില പച്ചക്കള്ളങ്ങൾ പറഞ്ഞു. സർ, ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ 6 വരിപ്പാത തടസ്സപ്പെടുത്തിയത് നിങ്ങളായിരുന്നു. നിങ്ങൾ പ്രതിപക്ഷത്തായപ്പോൾ നിങ്ങൾ കേരളത്തിലെ വികസനം തകർക്കാൻ ശ്രമിച്ചു. പൈപ്പ് ഗെയിലിനെതിരായിട്ടുള്ള പ്രക്ഷോഭം നടത്തിയത് അന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷമല്ല, അതും നിങ്ങളായിരുന്നു. കമ്പ്യൂട്ടറിനെ എതിർത്ത മാതിരിയിൽ വികസനത്തെ മുഴുവൻ മുച്ചിട്ട് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ വികസനം തടസ്സപ്പെടുത്തി. ഞാൻ അതിന്റെ ബൈറ്റുകളും ഞാൻ അതിന്റെ തെളിവുകളും ഹാജരാക്കാം. ഓർമ്മയുണ്ട് ജയേന്ദ്ര മാസ്റ്റർ. ഈ എക്സ്പ്രസ് ഹൈവേ എന്ന ആശയം വന്നപ്പോൾ കേരളത്തിൽ ഉടലെടുത്ത സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ അല്ല, അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരുത്തിയെന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കാര്യം കൂടി ഗോപികൃഷ്ണൻ ഞാൻ തിരുത്തണം. 40% സംസ്ഥാനം എല്ലാത്തിനും നൽകുന്നുണ്ടോ? ഇപ്പൊ കേന്ദ്രം സംസ്ഥാനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ 5 നയ പൈസയും കൊടുക്കാൻ പറ്റില്ല എന്ന് ഗഡ്കരിയോട് പറഞ്ഞോ? ഗഡ്കരി അതും ആക്സെപ്റ്റ് ചെയ്തുവോ? കാരണം BJPക്ക് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല. കാരണം ഇന്ന് CPM ആണെങ്കിൽ നാളെ ഈ ഭരണത്തിൽ അധികാരത്തിലിരിക്കേണ്ടത് മറ്റുള്ളവരാണ്, നാളത്തെ തലമുറയാണ്. അതുകൊണ്ട് CPM എന്ന അർത്ഥത്തിൽ അതിന് തള്ളിക്കളയാനില്ല. അതുകൊണ്ടാണ് ഗഡ്കരി പറഞ്ഞത് 40%, ഇന്ത്യയിൽ 25% എല്ലാ സംസ്ഥാനങ്ങളും തരുന്നുണ്ട്. കേരളം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ശരി, വേണ്ട. അവസാനം പറഞ്ഞു GSTയിൽ ഇളവ് തരുമോ? അതും കിട്ടിയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാത്തിലും ഒന്നും 40 കൊടുക്കുന്നില്ല എന്ന കാര്യം അറിയുന്നു. അഭിപ്രായം ശ്രീ ഗോപികൃഷ്ണൻ, ഒരു ചോദ്യം അല്ല സാർ, ഇനിയും സമയമുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും സ്റ്റേറ്റിൽ സംസ്ഥാന ഗവൺമെന്റ് നാഷണൽ ഹൈവേയുടെ നിർമ്മിതി നടക്കുന്നിടത്ത് ഭൂമിക്ക് പണം കൊടുത്ത കേരളമല്ലാതെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റിന്റെ പേര് അദ്ദേഹം പറഞ്ഞാട്ടെ. കർണാടക മുതൽ പല സ്റ്റേറ്റുകളും പറഞ്ഞു. കർണാടക ഉൾപ്പെടെ 50% കൊടുക്കുന്ന സ്ഥലമുണ്ട്, ഒരു സ്റ്റേറ്റും കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവസാനിക്കുന്നതിന് മുമ്പ് സ്റ്റേറ്റും വിഹിതവും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാം. ഒറ്റ സ്റ്റേറ്റും കൊടുത്തിട്ടില്ല. നാഷണൽ ഹൈവേയുടെ ഭൂമി എടുക്കാൻ ഒരു സ്റ്റേറ്റിനും പൈസ കൊടുത്തില്ല.